നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കടലുകളെ സംബന്ധിച്ച് കനാലുകൾ നിർമ്മിക്കാനുള്ള മനുഷ്യൻ്റെ പരിശ്രമത്തിന് ഏതാണ്ട് 4000 വർഷത്തോളം ചരിത്രം നിലവിലുണ്ട്. ഒരു കാലത്ത് ചെങ്കടലിനെ വിഭാഗിച്ചോ അല്ലെങ്കിൽ ചെങ്കടലും മെഡിറ്ററേനിയൻ സീയുമായി ബന്ധിപ്പിക്കാൻ ഈജിപ്തുകാർ നല്ല പോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പേർഷ്യക്കാരും ഇങ്ങനെയൊരു ശ്രമം നടത്തിയതായിട്ട് ചരിത്രമുണ്ട്. പക്ഷേ രണ്ടും വിജയിച്ചിട്ടില്ല. ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെ ഓട്ടോമൻ സാമ്രാജ്യം തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കനാൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിലും ഭീമമായ ചെലവ് മുന്നിൽ കണ്ടിട്ടാണ് അവരതിൽ നിന്നും പിന്മാറിയത്. അങ്ങനെ സഹസ്രാബ്ദങ്ങൾ ആലോചനകൾ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു വമ്പൻ പദ്ധതിയാണ് ഒരു കനാൽ നിർമ്മാണം. അവസാനം ആധുനികവും പ്രായോഗികവുമായ സമീപനമുണ്ടായത് 1750 ശേഷം. കൃത്യമായി പറഞ്ഞാൽ 1758 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്തിലേക്കുള്ള തുടക്കമായത് തന്നെ എന്ന് പറയാം. പിന്നെയും 100 വർഷം വേണ്ടിവന്നു ഇതിൻ്റെ പണി തുടങ്ങാൻ. അപ്പോഴേക്കും അധികാരികളും ഭരണവും മാറി. രാഷ്ട്രീയ, വ്യാപാര, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിലെല്ലാം മാറ്റങ്ങൾ വന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കനാൽ നിർമ്മാണമാണ് സൂയിസ് കനാൽ നിർമ്മാണം. അങ്ങനെ 1869 നവംബർ 17 ചെങ്കടലിലെ സൂയിസ് മുനമ്പിൽ നിന്നും മെഡിറ്ററേനിയൻ സീക്കുള്ള ഒരു കനാൽ യാഥാർത്ഥ്യമായി. 10 വർഷം ആയിരക്കണക്കിന് പണിക്കാർ ചോരയും നീരും ഇതിനുവേണ്ടി ഒഴുക്കി 164 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കനാൽ എന്ന ജലപാത ഇന്നും ലോകത്തിൻ്റെ വ്യാപാര മേഖലയിലെ നിർണായക ഇടനാഴിയാണ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലെ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചെങ്കടലിലൂടെ ഒരു കനാൽ നിർമ്മിക്കുക എന്ന ആശയത്തിന് എക്കാലത്തെയും പ്രേരണ. സൂയിസ് കനാൽ യാഥാർത്ഥ്യമായതോടെ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ നേരിട്ട് കപ്പൽ ഗതാഗതം സാധ്യമായി. അങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ചുറ്റാതെ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള യാത്ര എളുപ്പമാവുകയും ചെയ്തു. ഇന്ന് ഈ കപ്പൽച്ചാലിൻ്റെ മേൽനോട്ടം സൂയിസ് കനാൽ അതോറിറ്റിയാണ് നിർവഹിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം ഫ്രഞ്ച് ഗവേഷകനും എഞ്ചിനീയറുമായ ലിനാൻഡ് ഡി ബെൽഫോണ്ട് 1830 സമുദ്രങ്ങളെ ബന്ധിപ്പിച്ച് കപ്പൽ സഞ്ചാരം സാധ്യമാക്കുന്ന വലിയൊരു കനാൽ പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചു. സൂയിസ് മുനമ്പിൽ അദ്ദേഹം സർവേ നടത്തിയപ്പോൾ പൊതുധാരണയ്ക്ക് വിപരീതമായൊരു വസ്തുത കണ്ടെത്തി. ചെങ്കടലിനെ മെഡിറ്ററേനിയൻ സീയുമായി ഒരു കനാൽ നിർമ്മിച്ചാൽ എളുപ്പമായി കപ്പൽ ഗതാഗതം നടക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് അദ്ദേഹം അവിടുത്തെ അധികൃതരെ ബോധ്യപ്പെടുത്തുകയും ഉണ്ടായി. ചെങ്കടലിനെ മെഡിറ്ററേനിയൻ സീയുമായി ബന്ധിപ്പിക്കാനുള്ള ആലോചന പരമ്പരയിലെ ചരിത്രത്തിലെ അവസാന കണ്ണി ഫ്രഞ്ച് നയതന്ത്രജ്ഞനും സംരംഭകനുമായ ഫെർഡിനാൻഡ് ഡി ലോപ്പസാണ് ഇതിനുവേണ്ടി മുൻകൈയെടുത്തത്. 1856 കനാൽ നിർമ്മിക്കാനും 99 വർഷത്തേക്ക് അതിന് നടത്തിപ്പ് ചുമതല വഹിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു കമ്മീഷനും അദ്ദേഹം രൂപകൽപ്പിച്ചു. ലോപ്പസ് ആദ്യം ചെയ്തത് 7 രാജ്യങ്ങളിൽ നിന്നായി 13 വിദഗ്ധരെ ഈ കമ്മീഷൻ ഉൾപ്പെടുത്തി. അംഗങ്ങളിൽ എടുത്തു പറയേണ്ട വ്യക്തി സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ആലിയോസ് നെഗ്രലെയാണ്. ബെൽഫോണ്ടിൻ്റെ സർവേയുടെ അടിസ്ഥാനത്തിൽ നെഗ്രലെ കനാലിൻ്റെ പദ്ധതി തയ്യാറാക്കി. 1859 സെയ്ദ് തുറമുഖത്തിൽ നിന്ന് കനാലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഏതാണ്ട് 10 വർഷം നീണ്ട ഉദ്യമത്തിൽ ഏകദേശം 1.2 ദശലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്തു. ഇവരിൽ പലരും അടിമകളായിരുന്നുവെന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേർ കോളറ ബാധിച്ചു മരിച്ചു. രാഷ്ട്രീയ പ്രതിസന്ധികൾ, തൊഴിലാളി കലാപങ്ങൾ, സാങ്കേതിക വിദ്യകളുടെ കുറവ് കനാലിൻ്റെ നിർമ്മാണത്തിനെ പ്രതികൂലമായി ബാധിച്ചു. പദ്ധതിക്കായി വകയിരുത്തിയ 100 ദശലക്ഷം ഡോളർ നിർമ്മാണം കഴിയുമ്പോഴേക്കും അതിൻ്റെ 2 ഇരട്ടിയിൽ. സൂയിസ് കനാലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലുള്ള മുഖ്യധാരയിൽ ഒരാൾ മിസ്സിങ്ങാണ്. ബ്രിട്ടൻ. ഫ്രഞ്ചിൻ്റെ അധിനിവേശം കൊടുമ്പിരി കൊള്ളുന്ന സമയം ബ്രിട്ടനും ഇതിലെ പാർട്ട് തന്നെയായിരുന്നു. എന്നാൽ സൂയിസ് കനാലിൻ്റെ നിർമ്മാണത്തിൽ നിന്നും ബ്രിട്ടൻ പിന്മാറി. അതിനോടൊപ്പം ബ്രിട്ടൻ്റെ കൈകടത്തലും ഇതിലൊരു സമയത്തുണ്ടായിരുന്നു. സൂയിസ് കനാൽ പദ്ധതിയുടെ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ തന്നെ ബ്രിട്ടൻ ചെയ്തത്. കനാൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ആദ്യ നാളുകളിൽ കപ്പൽ ഗതാഗതം വലിയ കാര്യമായ പുരോഗതിയൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായി: ഏഷ്യ യൂറോപ്പ് വ്യാപാരത്തെ സൂയിസ് കനാൽ വലിയ അളവിൽ സ്വാധീനിക്കും.
ആഗോള വിപണി എന്ന സൂയിസ് കനാൽ സ്വാധീനിച്ചു എന്നു മാത്രമല്ല, അതുതന്നെയായിരുന്നു വാസ്തവവും. മാത്രമല്ല, യൂറോപ്യൻ ശക്തികൾക്ക് ആഫ്രിക്കൻ കോളനികൾ സ്ഥാപിക്കുന്നതിനും സഹായകമായത് സൂയിസ് ജലപാതയാണ്. സാധ്യതകൾ വെളിപ്പെട്ടു തുടങ്ങിയതോടെ സൂയിസ് കനാലിന്മേൽ ബ്രിട്ടൻ്റെ കണ്ണ് പതിഞ്ഞു. അങ്ങനെയിരിക്കെ സർക്കാർ ഇതൊരു അവസരമായി കാണുന്നു. 4 ലക്ഷം യൂറോ നൽകി സൂയിസ് കനാൽ കമ്പനിയുടെ 44% ഓഹരികൾ ബ്രിട്ടൻ വാങ്ങി. വ്യാപാരവും നയതന്ത്രവുമായി നടത്തിപ്പ് ചുമതല അപ്പോഴും സൂയിസ് കനാൽ എന്ന കമ്പനിക്ക് തന്നെ. 1888 യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒന്നാം ലോക മഹായുദ്ധം. ആ കാലത്തും കനാലിനെതിരെ വിവിധ അക്രമങ്ങൾ പ്രതിരോധിക്കാൻ ബ്രിട്ടന് സാധിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്തും കനാലിന് വേണ്ടി ശക്തമായ ചെറുത്തുനിൽപ്പ് ബ്രിട്ടൻ നടത്തേണ്ടി വന്നു. ന്യൂട്രൽ പദവിയായിരുന്നെങ്കിലും ജർമ്മനിയുടെയും ഇറ്റലിയുടെയും കപ്പലുകളെ കനാലിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും അച്ചുതണ്ട് ശക്തികളായ ജർമ്മനിയെ ഇറ്റലിയെയും കനാലിൽ പിടിച്ചെടുക്കാൻ ശക്തമായി പോരാടി. എന്നാൽ 1936 ആംഗ്ലോ ഈജിപ്ഷ്യൻ സന്ധിയിലൂടെ കനാലിൻ്റെ പരമാധികാരം ബ്രിട്ടനിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. 1951 ഈജിപ്ത് സന്ധിയിൽ നിന്ന് പിന്മാറി കനാലിൻ്റെ പരമാധികാരം തിരിച്ചുപിടിക്കാൻ ബ്രിട്ടനുമായി വർഷങ്ങൾ നീണ്ട വിലപേശൽ വേണ്ടിവന്നു. ഒടുവിൽ 1956 ബ്രിട്ടീഷ് സേന സൂയിസ് കനാലിൽ നിന്നും പിൻവാങ്ങി. അങ്ങനെ കനാലിൻ്റെ പരമാധികാരം ഈജിപ്ഷ്യൻ സർക്കാരിന് തന്നെ തിരിച്ചു കിട്ടി. അന്നുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ. പരമാധികാരം ലഭിച്ച അധികം വൈകാതെ തന്നെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ സൂയിസ് കനാൽ ദേശസാൽക്കരിക്കാൻ താൽപ്പര്യം. ഇതോടെ കനാലിൻ്റെ ഉടമസ്ഥത അർദ്ധ സർക്കാർ ഏജൻസിയായ സൂയിസ് കനാൽ അതോറിറ്റിക്ക് തന്നെ വീണ്ടും കൈമാറി. ഇതിനിടയിലാണ് ഇസ്രയേലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ടിറാൻ ജലപാത അടയ്ക്കുവാൻ ഈജിപ്ഷ്യൻ സർക്കാർ തീരുമാനിച്ചത്. ഇതോടെ ഇസ്രയേലും യൂറോപ്യൻ രാജ്യങ്ങളും ഈജിപ്തിനെതിരെയായി. ബ്രിട്ടനും ഫ്രാൻസും തുറമുഖം പിടിച്ചെടുക്കാൻ ആംഗ്ലോ ഫ്രഞ്ച് കൂട്ടായ്മയ്ക്ക് സാധിച്ചെങ്കിലും കനാലിൽ ഈജിപ്ഷ്യൻ കപ്പലുകൾ മുങ്ങിത്താണതോടെ ജലഗതാഗതം സാധ്യമല്ലാതെയായി. അന്താരാഷ്ട്ര തലത്തിൽ ആക്രമണത്തിനെതിരായ വികാരം ശക്തമായി പ്രതിപാദിച്ചു. ഇതോടെ ബ്രിട്ടനും ഫ്രാൻസും വെടിനിർത്തലിന് തയ്യാറായി. മേഖലയുടെ നിയന്ത്രണം ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന ഏറ്റെടുത്തു. യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് സ്ഥാപിക്കാനുള്ള 1956 നവംബർ 4 ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനവും ഇതുതന്നെയായിരുന്നു. സൂയിസ് പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കനേഡിയൻ വിദേശകാര്യ സെക്രട്ടറി ലെസ്റ്റർ ബി പിയേഴ്സനാണ്. അതിനിടയിൽ തന്നെ വന്ന അടുത്തൊരു യുദ്ധമാണ് അറബ് ഇസ്രയേൽ യുദ്ധം. 10 വർഷങ്ങൾക്ക് ശേഷം സൂയിസ് മറ്റൊരു യുദ്ധത്തിനും കാരണമായി. 1967 ഈജിപ്തും ഇസ്രയേലും തമ്മിൽ ഏറ്റുമുട്ടി. സിറിയയും ജോർദാനും ഈജിപ്തിന് പിന്തുണ നൽകി. യുദ്ധം 6 ദിവസം നീണ്ടു. സീനായ് ദ്വീപിലും സൂയിസിൻ്റെ കിഴക്കൻ തീരത്തും ഇസ്രയേൽ ആധിപത്യം സ്ഥാപിച്ചു. ഇതോടെ കനാൽ വഴിയുള്ള ഗതാഗതം ഈജിപ്ത് നിർത്തിവെച്ചു. സമയത്ത് കനാലിൽ പ്രവേശിച്ച 15ഓളം ചരക്ക് കപ്പലുകൾ വർഷങ്ങൾ അവിടെ കുടുങ്ങിക്കിടന്നു. ഏകദേശം നീണ്ട 8 വർഷം. സൂയിസ് കനാലിൽ ഇത്രയധികം നീണ്ടുകിടന്ന ഒരു അടച്ചിടൽ. പുതുതായി സ്ഥാനമേറ്റ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് 1975 കനാൽ വീണ്ടും ഗതാഗതത്തിനായി പൂർണ്ണമായി തുറന്നുകൊടുത്തു. ഇസ്രയേൽ സൈന്യം 1951 വരെ സീനായ് ഉപദ്വീപിൽ തന്നെ നിലയുറപ്പിച്ചു. 1979 ഈജിപ്ത് ഇസ്രയേൽ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സേനകളും നിരീക്ഷകരും കനാൽ സംരക്ഷണത്തിനായി ഇവിടെ താവളമടിച്ചു. ഇന്നും സൂയിസ് കനാൽ ഇന്ന് ഏകദേശം ഒരു ദിവസം 50ലധികം കപ്പലുകൾ ഒരേ സമയം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു കനാലാണ്. ലോകത്തിൻ്റെ തന്നെ സ്പന്ദനം ഉൾക്കൊള്ളുന്ന ആ ഒരു കനാൽ ഇന്ന് ലോകത്തിൻ്റെ ജീവനാടി തന്നെയാണ്. ഏകദേശം ഒരു ദിവസം ആ കനാൽ നിർത്തിയാൽ ലോകത്തിന് വരുന്ന നഷ്ടം 28 ലക്ഷം കോടിയാണ്. 2019 ശേഷം ആ കനാൽ വീതി കൂട്ടുകയും ആഴം കൂട്ടുകയും ചെയ്തു. സുഗമമായി ഇന്ന് അതിൽ ചരക്ക് കപ്പലും യാത്രാ കപ്പലുകളും തങ്ങളുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും സാക്ഷിയായി ഒരു മൂകസാക്ഷിയായി ഈ ജലപാത ഇന്നും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു.